ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് നല്ലൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആണ് കാണിക്കുന്നത്. നമ്മളെ ഇൻസ്റ്റഗ്രാമത്തിലെ കുറച്ചു കാലം ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു ഐറ്റം ആയിരുന്നു ഇത്. ചിലപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഉണ്ടാക്കാത്തവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയപ്പോൾ ഇല്ലേ ഇതിന് ഇത്രയും ഫാൻസ് ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു ഐറ്റം മാത്രം മതി. ഉണ്ടാക്കാനും എളുപ്പമാണ്, ചിലവും കുറവാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളെ ബംഗാളികളുടെ ഡിഷാണ് കേട്ടോ പറയുന്ന കേൾക്കുന്നത്. പക്ഷേങ്കിൽ നമുക്ക് ഇതൊന്ന് കേരള സ്റ്റൈലിൽ ഉണ്ടാക്കി നോക്കാം. ഇതിൻ്റെ പേര് കേട്ടിട്ട് ആരും ഞെട്ടണ്ട, ദഹി ബൈങ്കൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 വഴുതനയില്ലേ അതെടുത്തിട്ടുണ്ട്. അത് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് നൈസായിട്ടല്ല, എന്നാൽ ഒരുപാട് തിക്കിലല്ല, ഒരു മീഡിയം തിക്നെസ്സിൽ ഇവിടെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിലോ റൗണ്ടിലോ അല്ലെങ്കിൽ കഷ്ണങ്ങളാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂണ് എരിവില്ലാത്ത മുളക് പൊടി, പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതന അടച്ച് വെച്ചൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാന് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനില്ലേ ഓരോ പീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് മുരിഞ്ഞ് ഡ്രൈ ആയി കിട്ടണമെന്നില്ല, 2 ഭാഗവും ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും കേട്ടോ. നമ്മളെ വഴുതനങ്ങ ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്ന ഒരു ഐറ്റമാണ് വഴുതന. അപ്പോൾ ഞാൻ 2 ഭാഗവും മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇല്ലേ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മളെ വഴുതനങ്ങ മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ 3 വഴുതനങ്ങ കട്ട് ചെയ്തിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂണ് കട്ടി തൈരാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഏത് തൈര് വേണമെങ്കിലും എടുക്കാം, പുളിയുള്ളതോ പുളിയില്ലാത്തതോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തൈര് അങ്ങനെ എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് കട്ടി തൈരായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു മൺചട്ടിയിലാണ് കേട്ടോ ഞാൻ മാറ്റി കൊടുക്കുന്നത്. ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ കാണാൻ കുറച്ച് മൊഞ്ചായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ മൺചട്ടി എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള വഴുതന ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള തൈരില്ലേ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയോ വലിയ ഉള്ളിയോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മൊരിയുകയോ കുറേ വാടുകയോ ഒന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു ചൂടുള്ള വെളിച്ചെണ്ണയില്ലേ അതിൽ കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തൈരും വഴുതനയും ഒക്കെ ഇല്ലേ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. അതിനുശേഷം ചൂടുള്ള ചോറിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്, ഞാൻ വെറുതെ പറയില്ല, അത്രയും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇനി ഉച്ചക്ക് മീൻ കിട്ടാണ്ടൊന്നും ആരും ടെൻഷൻ അടിക്കണ്ട കേട്ടോ, ഇതൊന്നും ഉണ്ടാക്കി നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായമുള്ളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, ബൈ.